ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മൾ ഭർത്താക്കന്മാരെ കൂട്ടാണ്ട് ചില്ല് ചെയ്യാൻ പോകാൻ കേട്ടോ. നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരും അത് അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇന്നത്തെ ഒരു ദിവസം കറങ്ങാൻ പോവാണേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പം 3 എണ്ണമാണ് എൻ്റെ കണക്ക്. അത് 3 എണ്ണം ഞാൻ കഴിച്ചിട്ട് രാവിലെ 9 മണിയോടെയാണ് നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ഉറങ്ങാണ്. ഞാൻ പോകുമ്പോൾ എണീറ്റിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ് അതിനെ കൊണ്ടാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ പോകുന്നത്. അങ്ങനെ ശ്രീമോൻ ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ ഇങ്ങനെ എൻ്റേതായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റിന് പോയിട്ടില്ല കേട്ടോ. എവിടെ പോകണമെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ്. ഇതിപ്പോൾ ഒരു മാറ്റം ആയിക്കോട്ടെ, ഒരു പുതിയൊരു അനുഭവം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. കല്യാണത്തിന് മുമ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. 10 പേരുടെ ഗ്യാങ്ങെന്ന്. അവരുടെ ഭാര്യമാരാണ് കേട്ടോ ഇത്. അതിനകത്ത് ഞങ്ങളാകെ 4 പേരേ ഉള്ളൂ. 5 പേരാണ് മൊത്തത്തിൽ പോകാനിരുന്നത്. ഒരാൾക്ക് പിന്നെ രാവിലെ കുറച്ച് ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ടിട്ട് ഞങ്ങൾ 4 പേരാണ് കേട്ടോ പോണത്. ബാക്കിയുള്ളവർക്ക് ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലീവ് ഉണ്ടാവില്ല. ഞങ്ങൾ ബുധനാഴ്ച ദിവസം നോക്കിയാൽ പോയത്. അപ്പോൾ അവർ ഈ ഒരു ദിവസത്തിന് വേണ്ടി വെറുതെ ലീവ് എടുക്കണ്ടേ. അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ വേറൊരു ദിവസം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഹൈക്കോർട്ടിൽ പോയി ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ മെട്രോയ്ക്ക് എടപ്പള്ളിയിൽ ലുലുവിലേക്കാണ് കേട്ടോ പോകുന്നത്. എടപ്പള്ളി ചർച്ചിൽ കയറണം എന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ നേരെ നമ്മൾ ലുലുവിൻ്റെ അവിടെയല്ലേ മെട്രോ ഇറങ്ങണത്. പിന്നെ അങ്ങോട്ട് തിരിച്ച് നടക്കാനുള്ള മടിയായതുകൊണ്ട് നേരെ ലുലു മോളിലേക്ക് തന്നെ പോയിട്ടാണ്. പിന്നെ നമുക്ക് വേറെ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, മറൈൻ ഡ്രൈവൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന്. പക്ഷേ വെയിൽ നമ്മളെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ മടിയായി. അപ്പോൾ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കൊണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഫുഡ് കോർട്ടിലേക്ക് ഹൈപ്പർ മാർട്ടിലേക്കാണ് കേട്ടോ. അവൾക്ക് സാലഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മിനിമൽ ആയിട്ടുള്ള ഫുഡ് അവൾക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി ഞങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയിട്ട് അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കായിരുന്നു ഞങ്ങളുടെ പണി. വേറെ എന്ത് ചെയ്യാനല്ലോ മോളിൽ പോയിട്ട്. ഇനി ഇതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഈ ഒരു കോർസെറ്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോർസെറ്റ് ഒരു ജീൻസും കൂടി ഇട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം കുറച്ച് ഗ്ലാസ്സൊക്കെ എടുത്ത് സ്റ്റൈൽ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പർച്ചേസിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഫുഡ് മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അല്ലാതെ വേറെ ഒന്നും നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ ഓരോരോ ഫ്ലോറായിട്ട് കയറി ഇറങ്ങി അവിടെയൊക്കെ നടന്നിട്ടാണ്. പിന്നെ ടയർഡായപ്പോൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും നടന്നു. സമയം പെട്ടെന്ന് പോയിട്ടാണ്. നമുക്കധികം ബോറടിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ ഉച്ചയായപ്പോഴത്തേനും നേരെ ഹൈപ്പർ മാർട്ടിൽ കയറിയിട്ടോ. എൻ്റെ ദൈവമേ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കുറച്ച് ബീഫ് ബിരിയാണിയും പിന്നെ കുറച്ച് നൂഡിൽസും പിന്നെ KFC ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് KFC കഴിക്കണത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ട്രൈ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ മന്തി കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാൻ KFC ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ 3 മണി കഴിഞ്ഞ് 3:30 ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ കണ്ടിട്ട് പനങ്ങാട് ബസ് അവിടെ നിൽക്കണത്. പിന്നെ ഓടിയാണ് ബസ്സിലേക്ക് കയറിയത്. പിന്നീട് വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓരോരോ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവർ ഓരോരുത്തരായിട്ട് ഇറങ്ങി. ഞാൻ ലാസ്റ്റാണ് ഇറങ്ങുന്നത്. നമ്മുടെ സ്റ്റോപ്പ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചു. ഇനി ചെല്ലാൻ പറയാം അതിനെക്കൂട്ടൻ്റെ ബാക്കി വിശേഷം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ബൈ.